പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ നിലനിന്നിരുന്ന നന്നേ ചെറിയ ഒരു രാജ്യവംശമായിരുന്നു പുന്നത്തൂർ രാജാക്കന്മാർ. കാലക്രമേണ ഭരണത്തകർച്ചയുടെ ഭാഗമായി 1975-ൽ ഗുരുവായൂർ ക്ഷേത്ര ഭാരവാഹികൾ പുന്നത്തൂർ കോവിലകം ഏറ്റെടുക്കുകയുണ്ടായി. പ്രാദേശിക പുന്നത്തൂർ രാജാക്കന്മാരുടെ ഭരണശിലാകേന്ദ്രമായിരുന്ന പുന്നത്തൂർ കോവിലകം അഥവാ പുന്നത്തൂർ കൊട്ടാരമാണ് പിന്നീട് പുന്നത്തൂർ കോട്ടയായി മാറിയിട്ടുള്ളത്. കോട്ടയുടെ പരിസര പ്രദേശങ്ങൾ പിന്നീട് കച്ചവട സ്ഥാപനങ്ങളാൽ നിറയുകയും പിന്നീട് ലോപിച്ച് കോട്ടപ്പടിയായി മാറുകയും ചെയ്തു. 12ഓളം ഏക്കറുകളിൽ വ്യാപിച്ചു കിടന്ന പുന്നത്തൂർ കോവിലകം പിന്നീട് ക്ഷേത്ര ഭാരവാഹികൾ പുന്നത്തൂർ കോട്ടയായി ആനത്താവളമായി മാറ്റാനുള്ള തീരുമാനമെടുത്തു. അങ്ങനെ വർഷം 1985-ലായിരുന്നു നമ്മൾ ഇന്ന് കാണുന്ന ആനക്കോട്ടയുടെ പിറവി. 100ഓളം എണ്ണം പറഞ്ഞ ആനകളായിരുന്നു കോട്ടയിലുണ്ടായിരുന്നത്. ഇന്നത്തെ തൃശ്ശൂർ ഗുരുവായൂരിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കോട്ടപ്പടിയിലെത്താം. ഗുരുവായൂരപ്പനെ ഭക്തർ നേർച്ചയായി സമ്മാനിക്കുന്നതാണ് കോട്ടയിലുള്ള ആനകളെല്ലാം. അങ്ങനെ ഒരു സമയത്ത് 100ഓളം ആനകളുണ്ടായിരിക്കെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആനസങ്കേതമെന്ന ബഹുമതി പുന്നത്തൂർ കോട്ടയെ തേടിയെത്തി. നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനയുള്ള ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പുന്നത്തൂർ കോട്ട ആനത്താവളത്തിൽ കഴിഞ്ഞയാഴ്ച ഗോപികണ്ണൻ എന്ന മറ്റൊരാന കൂടി ചെരിഞ്ഞതോടെയാണ് പുന്നത്തൂർ കോട്ടയിലെ ആനകളുടെ എണ്ണം വീണ്ടും ചർച്ചയാകുന്നത്. 100ഓളം ആനകളുണ്ടായിരുന്ന പുന്നത്തൂർ കോട്ടയിൽ 2000ൻ്റെ തുടക്കത്തിൽ 63 ആനകളും അതിനുശേഷം വീണ്ടും കുറഞ്ഞ് ഇപ്പോൾ 40നോടടുത്ത് വരുന്ന ആനകൾ മാത്രമാണുള്ളത്. ഏതാനും പിടിയാനകളും ഒരു മോഴയാനയും സ്വഭാവദൂഷ്യത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ഏതാനും ചില ആനകളുമടക്കം 36 ആനകളാണ് നിലവിൽ കോട്ടയിലുള്ളത്. മദപ്പാടിലുള്ളതിനെയും മറ്റു ചില അസുഖങ്ങളുള്ളവരെയും മാറ്റി നിർത്തിയാൽ ക്ഷേത്രത്തിൻ്റെ നിത്യചടങ്ങുകൾക്കും മറ്റു പരിപാടികൾക്കുമായി ലഭ്യമായിട്ടുള്ളത് 10-15 ആനകൾ മാത്രമാണ്. ഈ സാഹചര്യമാണ് ആനപ്രേമികളുടെയും മറ്റു ഭക്തരുടെയും മനസ്സിൽ ആശങ്കകൾക്ക് തീ കോരിയിടുന്നത്. കാട്ടിൽ നിന്നുള്ള ആനപ്പിടുത്തവും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആനകളുടെ വരവും പൂർണ്ണമായി നിലച്ചതിൻ്റെ ഭാഗമായി മുൻപ് ഗുരുവായൂരിലുണ്ടായിരുന്ന ആന നടയിരുത്തൽ പരിപാടി ആനകളുടെ വിലക്ക് തുല്യമായ ഒരു പണം ക്ഷേത്രത്തിന് കൈമാറുകയും നിലവിലുള്ള ഏതെങ്കിലും ഒരു ആനയെ വെച്ച് ചടങ്ങുകൾ പൂർത്തീകരിക്കുകയുമാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിലുള്ളതിനു പുറമെ ഏതാനും ചുരുക്കം ചില ആനകൾ മാത്രമാണ് നിലവിൽ ദേവസ്വത്തിൻ്റെ കയ്യിൽ സ്വന്തമായുള്ളത്. വർഷാവർഷം ഏറി വരുന്ന ഏക്കത്തുകയും നിലവിലുള്ള ആനകളുടെ ലഭ്യതക്കുറവും കയ്യിലിരിക്കുന്ന ആനകളുടെ പ്രായാധിക്യവും വരും കാലങ്ങളിൽ കേരളത്തിലുള്ള ആന എഴുന്നള്ളിപ്പിനെ ദോഷകരമായ രീതിയിൽ ബാധിക്കുമെന്ന് നിസ്സംശയം പറയാം.